ഏതായാലും ആൾ കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മധുരയിൽ നിന്ന് പോകുന്നത് ദില്ലിയിലേക്കാണ്. അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. അബ്ദുൾ റഷീദ്, ഗുഡ് മോർണിംഗ്. റഷീദ്, നമ്മൾ പറഞ്ഞു വന്നത് വഖഫ് ബില്ലിനെ കുറിച്ചാണ്. വഖഫ് ബില്ല് ഇന്ന് ലോക്സഭയിലെത്തുന്നു. വലിയ രീതിയിലുള്ള പ്രതിസന്ധി കോൺഗ്രസിന് സൃഷ്ടിക്കുന്നുണ്ട്. കാരണം KCBC ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് നിലപാടെടുത്തത് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. പിന്തുണയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് KCBC കടക്കുന്നു. അത് കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. രാഹുൽ ഗാന്ധി ഇന്ന് യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. BJP മെമ്പർമാർക്ക് MP-മാർക്ക് വിപ്പ് കൊടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളെല്ലാം തന്നെ, പ്രത്യേകിച്ച് മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ അവിടെ പങ്കെടുക്കേണ്ട പ്രതിനിധികളായിട്ടുള്ള MP-മാരെ കൂടി ദില്ലിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് പാർട്ടി. കാരണം ഈ ബില്ലിനെ ശക്തമായി എതിർക്കാൻ. വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും ഏറെ വലിയ പ്രതിഷേധങ്ങൾക്കിടയിലും വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ല് JPCക്ക് വിടുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട ബില്ലാണ് ഇന്ന് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും 12 മണിയോട് കൂടി ഈ ഭേദഗതി ചെയ്തിട്ടുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കും. ന്യൂനപക്ഷ കാര്യമന്ത്രിയായിട്ടുള്ള കിരൺ റിജിജു ആയിരിക്കും സഭയിൽ ഇന്ന് ഈ ബില്ല് അവതരിപ്പിക്കുക. അതേസമയം ബില്ലിനെ ശക്തമായി തന്നെ എതിർക്കാൻ തന്നെയാണ് പ്രതിപക്ഷം. പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളുടെയും നീക്കം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളൊക്കെ തന്നെയും കോൺഗ്രസിൻ്റെയും അതോടൊപ്പം മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും നേതൃത്വത്തിൽ നടന്നിരുന്നു. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെയും അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിൻ്റെയും വലിയൊരു എതിർപ്പ് ഇതിലുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം KCBCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും കോൺഗ്രസിനെ ആശങ്കയിലാക്കിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം ഇടതുപക്ഷ MP-മാരൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസം മധുരയിലേക്ക് പുറപ്പെട്ടിരുന്നെങ്കിൽ പോലും പാർട്ടിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവർ തിരിച്ചെത്തുകയും ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരൊക്കെ തന്നെയും ദില്ലിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വലിയ പ്രതിഷേധങ്ങൾക്കിടയിലും ഈ ബില്ല് കൊണ്ടുവരാൻ തന്നെയാണ് കേന്ദ്രത്തിൻ്റെ നീക്കം. എന്തായാലും ഈ ബില്ല് കൊണ്ടുവരുന്നതോടുകൂടി ഈ ഇത്തരത്തിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളിൽ ഒക്കെ തന്നെയും വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ വാർത്ത നൽകിയിരുന്നതാണ്. എന്തായാലും ഇന്ന് 12 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ബില്ല് അവതരിപ്പിക്കുക. എന്തായാലും നിലവിൽ 543 സഭാ അംഗങ്ങളുള്ള ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കുകയാണെങ്കിൽ 271 എന്നുള്ളതാണ് ഇതിൽ കേവല ഭൂരിപക്ഷമായി, അല്ലെങ്കിൽ വോട്ടിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ കേവല ഭൂരിപക്ഷമായി കണക്കാക്കപ്പെടുന്നത് 271 എന്നുള്ളതാണ്. നിലവിൽ 293 അംഗങ്ങളുള്ള NDAക്ക് ഇത് വളരെ സേഫാണ് എന്നുള്ളതും കൂടി ശ്രദ്ധേയമാണ്. അതേസമയം NDA സഖ്യത്തിലെ തന്നെ മറ്റു ചില ചെറിയ പാർട്ടികളൊക്കെ തന്നെയും ഇതിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടി ഒരു വോട്ടിങ്ങിൽ ശ്രദ്ധേയമാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം 17% മുസ്ലിം വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ് ബീഹാറിലുള്ളത്. അടുത്ത വർഷം, അതായത് 2026 ഇത്തരത്തിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ഈ സമയത്ത് ഈ വോട്ടുകളൊക്കെ തന്നെയും വലിയ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകളൊക്കെ തന്നെയും വിവിധ പാർട്ടികൾക്ക് ഒരു വോട്ട് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പാർട്ടികളും പ്രധാനമായും ഈ ബീഹാറിൽ നിന്നുള്ള, അതായത് NDA സഖ്യത്തിന് ഉള്ള ബീഹാറിൽ നിന്നുള്ള JDU, DDP, LJP അതോടൊപ്പം RLD തുടങ്ങിയ പാർട്ടികളൊക്കെ തന്നെയും ഇതിനൊരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വോട്ടിങ്ങിലേക്ക് കടക്കുകയാണെങ്കിൽ, ബില്ല് അവതരിപ്പിച്ച ശേഷം വോട്ടിങ്ങിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവരുടെ വോട്ടുകളും ഏറെ നിർണായകമായിരിക്കും. അവർ NDAക്ക് അനുകൂലിച്ച് വോട്ട് ചെയ്യുമോ എന്നുള്ളതൊക്കെ തന്നെയും ഏറെ നിർണായകമാകുന്നതാണ്. എന്തായാലും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ, അതോടൊപ്പം മറ്റു ഇടതുപക്ഷ സമാജ്വാദി പാർട്ടി അടക്കം ഇന്ത്യ സഖ്യത്തിലെ എല്ലാ മുന്നണികളും ഒന്നടങ്കം ഈ ബില്ലിനെ എതിർക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ കാര്യോപദേശക സമിതി കഴിഞ്ഞ ദിവസം 12 മണിയോട് കൂടിയാണ് ഈ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ കൃത്യമായി 12 മണിക്കൂർ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ MP-മാരൊക്കെ തന്നെയും ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ ആവശ്യം തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീട് 6 മുതൽ 8 മണിക്കൂർ വരെ ചർച്ച ചെയ്യാമെന്നൊരു കാര്യം ഈ കേന്ദ്രം അറിയിച്ചു. ഇതിന് പിന്നാലെ ഈ വിവിധ വിഷയങ്ങളും കേന്ദ്രവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ശരി, അബ്ദുൾ റഷീദാണ് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളോട് വിശദീകരിച്ച് വന്നത്. തിരിച്ച് റഷീദിലേക്ക് പോകാൻ കഴിയുന്നുണ്ടോ? റഷീദ് സംസാരിക്കുന്നുണ്ടോ? PCR. യെസ് റഷീദ്, ചെറിയൊരു സാങ്കേതിക തടസ്സം നേരിട്ടിരുന്നു. റഷീദ് തുടർന്നോളൂ.
നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും ഒന്നടങ്കം ഈ ബില്ലിനെ എതിർക്കുമെന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യത്തിലെയും അതോടൊപ്പം ഇടതുപക്ഷ എംപിമാരൊക്കെ തന്നെയും ഇതിനെ കാര്യമായി തന്നെ എതിർക്കുമെന്ന് നേരത്തെയും അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ്. ഇത് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളൊക്കെ തന്നെയും ചേർന്നത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നത്. ഇന്ന് രാവിലെയും രാഹുൽ ഗാന്ധി കോൺഗ്രസ് എംപിമാരുമായും അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിലെ വിവിധ എംപിമാരുമായും യോഗം ചേരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ എല്ലാ എംപിമാരും KC വേണുഗോപാലിൻ്റെ വസതിയിൽ വെച്ച് യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലും കൃത്യമായി ഈ ബില്ലിനെ എതിർക്കണമെന്ന ഒരു നിർദ്ദേശം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം ഇടതുപക്ഷ എംപിമാരൊക്കെ തന്നെയും മധുരയിലേക്ക് പുറപ്പെട്ട ഇടതുപക്ഷ എംപിമാരൊക്കെ തന്നെയും ബില്ലിനെതിരെ പ്രതിഷേധം അറിയിക്കുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ പ്രതികൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ദില്ലിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഇവരും സഭയിൽ ഹാജരാകും. എന്തായാലും നിലവിൽ ഈ എല്ലാ പാർട്ടികളിലെയും ഉള്ളവർ ഈ എല്ലാ പാർട്ടികളിലെയും അല്ലെങ്കിൽ എല്ലാ മുന്നണികളിലെയും എംപിമാർക്കും ഇതിനോടകം വിവിധ പാർട്ടികളൊക്കെ തന്നെയും വിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമായും 3 ലൈൻ വിപ്പാണ് നൽകിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ 3 ലൈൻ വിപ്പ് പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം സഭയിൽ ഹാജരായിരിക്കണം എന്നുള്ളതാണ് ഈ 3 ലൈൻ വിപ്പ് സംവിധാനത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഇപ്രകാരം എല്ലാ എംപിമാർക്കും വിവിധ പാർട്ടികൾ പ്രത്യേകിച്ചും NDA സഖ്യത്തിലെയും ഇന്ത്യ സഖ്യത്തിലെയും എല്ലാ പാർട്ടികൾക്കും അവരുടെ നേതാക്കന്മാരൊക്കെ തന്നെയും ഇത്തരത്തിൽ വിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ സഭ ഇന്നും വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 12 മണിയോട് കൂടി കിരൺ റിജിജു ഈ ബില്ല് അവതരിപ്പിക്കും. അതിനുശേഷം ചർച്ച നടക്കും. ചർച്ചയിൽ പ്രധാനമായും ഇത് വോട്ടിങ്ങിലേക്ക് നയിക്കണമെന്നായിരിക്കും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും മുന്നോട്ട് വെക്കുന്ന കാര്യമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ വോട്ടിങ്ങിൽ പങ്കെടുക്കണം. അതോടൊപ്പം ഏതെങ്കിലും തരത്തിൽ പ്രകോപനമായ രീതിയിൽ ഭരണപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലെ മറ്റു പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകരുത് എന്നൊരു നിർദ്ദേശവും ഇന്ത്യ സഖ്യത്തിലെ എംപിമാർക്കൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെ നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും ഇന്നും സഭ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം ബീഹാറിൽ നിന്നുള്ള NDA സഖ്യത്തിലുള്ള എംപിമാരുടെയൊക്കെ തന്നെ വോട്ടുകളും ഏറെ നിർണായകമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള എംപിമാരുടെ യോഗം രാഹുൽ ഗാന്ധി വിളിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ യോഗം ചേരും. LDF എംപിമാരും മറ്റു സമാജ്വാദി പാർട്ടിയിലുള്ള പ്രതിപക്ഷ എംപിമാരൊക്കെ തന്നെയും സഭയിൽ ഇന്ന് ഹാജരാകും. ഈ ബില്ലിനെ ശക്തമായി തന്നെ എതിർക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ സഭ പ്രക്ഷുബ്ധമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയെടുത്ത് ഈ 2 ദിവസത്തിനകം തന്നെ ലോക്സഭയിൽ പാസ്സാക്കിയെടുത്ത് രാജ്യസഭയിലും നാളെ അവതരിപ്പിക്കാനാണ് കേന്ദ്രത്തിൻ്റെ നീക്കം. 2 ദിവസം മാത്രമാണ് ഈ ബജറ്റ് സമ്മേളനത്തിൻ്റെ 2ാം സെഷൻ അവസാനിക്കാനുള്ളത്. അതായത് നാളത്തോടുകൂടി ഇത്തരത്തിൽ സഭ അവസാനിക്കും. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ ബില്ല് കൊണ്ടുവരികയും അത് പാസ്സാക്കിയെടുക്കാനുമുള്ള ഒരു ധൃതിപ്പെട്ട ഒരു നീക്കത്തിലേക്കാണ് കേന്ദ്രം കടന്നിട്ടുള്ളത്. നേരത്തെയും വിവിധ ബില്ലുകളിലൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള നീക്കം തന്നെയായിരുന്നു കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കുമെന്നാണ് ഇന്ത്യ സഖ്യത്തിലെ മുന്നണികളൊക്കെ തന്നെയും പറയുന്നത്. വിനിഷ. യെസ്, റഷീദാണ് വിശദമായി തന്നെ സമഗ്രമായി വഖഫ് ബിൽ അവതരിപ്പിക്കാനിരിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. താങ്ക് യു റഷീദ്.